ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ, നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വന്നത് നമുക്ക് എവിടെയാണ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മളുടെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മുടെ പേര് കാണിക്കും അല്ലേ, നമ്മൾ ഇൻട്രൊഡ്യൂസർ ഉള്ളതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ പേര് കാണിക്കും. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ KYC എന്ന് കാണാം, മൈ സപ്പോർട്ട് എന്ന് കാണാം. ആ മൈ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ KYC ഒക്കെ അപ്രൂവ്ഡ് ആണോ എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ തിരുത്താനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ യൂസർ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, എൻ്റെ ബാങ്ക് അപ്രൂവൽ സ്റ്റാറ്റസ് അവിടെ ടിക്ക് ഇട്ടിട്ട് കണ്ടോ, എൻ്റെത് ഓക്കെ ആണ്, KYCയും എൻ്റെത് ഓക്കെ ആണ്. ഇനി നമ്മുടെ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ അക്കൗണ്ട് നമ്പറും IFSC കോഡും നമ്മുടെ പേരും കറക്റ്റ് ആയിരിക്കണം. അതിൽ തെറ്റ് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ ആയിരിക്കണം. നമുക്ക് അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ അത് ഓക്കെ അല്ലെങ്കിൽ അവിടെ ആ ടിക്ക് കാണത്തില്ല. നമുക്ക് പക്ഷെ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെയായിട്ട് ഒരു ആരോ മാർക്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്താണ് അതിൽ തിരുത്തേണ്ടതെന്ന് ഉണ്ടാവും. നമുക്ക് സ്പെല്ലിംഗ് കറക്ഷൻ, നമ്മുടെ ഫസ്റ്റ് നെയിമിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ലാസ്റ്റ് നെയിമിൽ സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചേഞ്ച് ചെയ്യാം. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാം. ഇമെയിൽ ID ചേഞ്ച് ചെയ്യാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാം. അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം കേട്ടോ. ഇവിടെ ടിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് ഇത് ഓപ്ഷൻ വന്നു 3-4 പ്രാവശ്യം നമ്മൾ വീണ്ടും തെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ സബ്മിറ്റ് ബട്ടൺ അവിടെ നിന്ന് പോകും. പിന്നെ നമ്മുടെ സാറിനോട് റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് ഓക്കെ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് വരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ് ക്യാഷ് കയറിയോ എന്നറിയില്ല, ക്യാഷ് വന്നിട്ടുണ്ടോ എന്നറിയില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ മൈ ടാസ്കിൽ ടാസ്ക് ഒക്കെ എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെയൊക്കെ താഴെ മൈ ഗ്രിഡിൻ്റെ താഴെ മൈ വാലറ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ മൈ പേയ്മെൻറ്റ് എന്നുണ്ടാകും. ആ മൈ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ഒന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ വീക്ക് നമ്പർ നമുക്ക് എല്ലാ ആഴ്ചയിലും ഇൻ്റഗ്രേറ്റർ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ആഴ്ചയിലും വരുന്നതാണ്. നമ്മൾ എത്രാമത്തെ ആഴ്ചയിലാണുള്ളത്, ലാസ്റ്റായിട്ട് വന്ന ഇൻകം 83ാമത്തെ ആഴ്ചയിൽ 16-ാം തീയതിയാണ്. നമ്മുടെ എമൗണ്ട് 1238 രൂപയുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ് ചാർജ് എത്രയാണ്, TDS ഇത്രയുണ്ട്. നമുക്കിവിടെ പെൻഡിങ് ആണോ അല്ലെങ്കിൽ സക്സസ് ആണോ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എൻ്റെ അതിന് തൊട്ട് മുമ്പുള്ളതൊക്കെ സക്സസ് ആണ്. ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്നുകിൽ നമുക്ക് അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല, അല്ലെങ്കിൽ കയറിയതിന് ശേഷം ടാസ്ക് മന്ത്രയിലുള്ള വിവരങ്ങൾ ഇതിൽ എൻ്റർ ആയിട്ടില്ല, അങ്ങനെയും പെൻഡിങ് കാണിക്കും. ഈ ഒരു എമൗണ്ട് ഇപ്പോൾ എനിക്ക് ഓൾറെഡി കയറിയ എമൗണ്ട് ആണ്, എന്നിട്ടും ഇവിടെ പെൻഡിങ് കാണിക്കുന്നത് അവരുടെ സിസ്റ്റത്തിലേക്ക് ഇതിനെ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇവിടെ വേറൊരു പെൻഡിങ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലുള്ളതൊക്കെ സക്സസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സക്സസ് എന്ന് കാണിക്കും. പിന്നെ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് പ്രൂഫൊക്കെ ഓക്കെ ആണ്, നമ്മുടെ KYC ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടാതിരിക്കില്ല. അപ്പോൾ മൈ വാലറ്റിൽ മൈ പേയ്മെൻറ്റ് എടുക്കാം. അതിലാണ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. നമുക്ക് ഏത് ഡേറ്റിന് വന്നു, നമുക്ക് എത്ര എമൗണ്ട് ഉണ്ട്, എത്ര ടാക്സ് പിടിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സക്സസ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ പെൻഡിങ് ആണെങ്കിൽ ഒന്നിക്ക് നമ്മുടെ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ടിന് മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി നമുക്ക് ഇമെയിൽ മെസ്സേജ് വന്നു, നമുക്ക് അക്കൗണ്ടിൽ പൈസ കയറി, എന്നിട്ട് പെൻഡിങ് ആണെങ്കിൽ അത് അവർ ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ ഇത് കയറിയ എമൗണ്ട് ആണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് ആയിട്ടും പേയ്മെൻറ്റ് കിട്ടാത്ത ആളുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പനിക്ക് എപ്പോഴാണോ മോണിറ്റൈസേഷൻ വരുമാനം കിട്ടുന്നത് അതിനുശേഷം മാത്രമേ നമുക്ക് വർക്കിംഗ് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവത്തുള്ളൂ കേട്ടോ. അത് എപ്പോഴാണോ കിട്ടുന്നത്, നമ്മൾ ഒരു മാസം 31 വരെ ചെയ്തതിൻ്റെ എമൗണ്ട് 100 രൂപ പ്ലസ് 5 രൂപ സർവീസ് ചാർജ് 105 രൂപയുടെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് പിറ്റേത്തെ മാസം അത് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. 100ന് മുകളിൽ എത്ര വേണമെങ്കിലും ക്രെഡിറ്റ് ആകും.
50, 100, 150, 200 എന്നിങ്ങനെ 50ൻ്റെ മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മുടെ എമൗണ്ട് കയറുന്നത്. ഇപ്പോൾ എനിക്കുള്ള എമൗണ്ട് ഒരു 1240 രൂപയാണെങ്കിൽ ആ 40 എന്നുള്ള സംഖ്യ നമുക്ക് കയറില്ല അല്ലേ. പിന്നെ 100 രൂപക്ക് 5 രൂപ എന്നുള്ള രീതിയിൽ സർവീസ് ചാർജും പിടിക്കും. അപ്പോൾ 200-ന് 10, 300-ന് 15 അങ്ങനെ നമുക്ക് സർവീസ് ചാർജ് പിടിക്കും. അത് കഴിഞ്ഞ് വരുന്ന റൗണ്ട് അപ്പ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കയറുന്നത്. ബാലൻസ് എമൗണ്ട് അവിടെ തന്നെ കാണിക്കും. അത് നമുക്ക് പിറ്റേത്തെ മാസത്തെ എമൗണ്ടിൻ്റെ കൂടെ കൂടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടും മാറി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.